നോക്കൂ ഞാനൊരു കാര്യം പറയട്ടെ. സർവത്ര സംഖ്യമയ, സർവത്ര കൃസംഖ്യമയ. ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് അണിഞ്ഞു വന്ന നിസ്സാരമായ ചെറിയൊരു പ്രശ്നത്തെ ഇത്രയധികം വലിയ വിവാദമാക്കിയതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഈ സ്കൂളുമായും അതോടൊപ്പം ഈ സ്കൂൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവരുടെയും തനി സ്വരൂപം ഇപ്പോൾ ഓരോന്നായി പുറത്തു വരികയാണ്. ഓരോന്നായി തെളിവ് സഹിതം ഞാൻ കാണിക്കാം. തുടക്കം മുതൽ നമുക്ക് അഭിഭാഷകൻ എന്നും ആരംഭിക്കാം. ഈ അഭിഭാഷകയുടെ പേരാണ് വിമല. സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി വാദിക്കാനിറങ്ങി പുറപ്പെട്ട, വാതോരാതെ സംസാരിച്ച അഡ്വക്കേറ്റ് വിമലയുടെ യഥാർത്ഥ തനിരൂപം നിങ്ങൾക്ക് കാണണ്ടേ? ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുന്നത്. ഈ ചിത്രത്തിൽ സംഘികളുടെ പണം പറ്റി ഇസ്ലാമിക വിമർശനം നടത്തുന്ന ജാമിദയോടൊപ്പം നിൽക്കുന്നത് ഈ പറയപ്പെടുന്ന അഡ്വക്കേറ്റ് വിമലയാണ്. ജാമിദ ആരാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. സംഘികളുടെയും ക്രിസ്സംഘികളുടെയും പണം പറ്റി നിരന്തരമായ കൊണ്ട് ഇസ്ലാമിക വിമർശനം എന്നുള്ളത് ഒരു തൊഴിലായെടുത്ത് നിരന്തരമായ കൊണ്ട് പ്രവാചകനെ അവഹേളിക്കുന്ന ഒരു സ്ത്രീയാണ് ജാമിദ. വാ തുറന്നു കഴിഞ്ഞാൽ അശ്ലീലത മാത്രം പറയുന്ന, പച്ചുനുണകൾ മാത്രം പറയുന്ന ആ സ്ത്രീയോടൊപ്പമാണ് വിമല എന്ന് പറയുന്ന ഈ ഒരു അഡ്വക്കേറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ അഭിഭാഷക വിമലയുടെ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഈ വിമല എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റിനെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കണ്ടം വഴി ഓടിച്ചു. മുസ്ലിം കുട്ടികൾ ഹിന്ദു കുട്ടികൾ എന്ന് വേർതിരിവ് വേണ്ട, അഭിഭാഷകയ്ക്ക് ഹൈക്കോടതിയുടെ താക്കീത്. മതം തിരിച്ചു പറയേണ്ടതില്ലെന്നും കുട്ടികളെ വേർതിരിച്ച് കാണുന്നത് എന്തിനെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. വിദ്യാർത്ഥികളെ ഹിന്ദു കുട്ടികളെന്നും മുസ്ലിം കുട്ടികളെന്നും വേർതിരിച്ചു പറയുമ്പോൾ തന്നെ ഈ അഭിഭാഷകയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മുസ്ലിം വിരുദ്ധത അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പറഞ്ഞത്. അങ്ങനെ അഭിഭാഷകയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇനി വെള്ള ശിരോവസ്ത്രമണിഞ്ഞ, കർത്താവിൻ്റെ മണവാട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന, സ്നേഹത്തിൻ്റെ മാലാഖ എന്ന് വിശേഷിപ്പിക്കുന്ന ആ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ ഒരു ചിത്രം ഞാൻ കാണിക്കാം. ശശികല ടീച്ചർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു ചിത്രമാണിത്. അതിൽ ശശികല കൊടുത്തിരിക്കുന്നത്, ഈ ചിത്രം തയ്യാറാക്കിയവരാരായാലും അവർക്ക് എൻ്റെ വക പ്രത്യേക നന്ദി. ഈ പ്രിൻസിപ്പലിന്റെ ചങ്കൂറ്റത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിക്കാതെ എന്തു ചെയ്യും? ഏതായാലും അടിപൊളി ചിത്രം. ചേരുംപടി ചേർക്കുക എന്ന് പറയുന്നത് പോലെ കൃത്യമായി ചേർത്തുവെച്ച ഒരു ചിത്രം. ഛത്തീസ്ഗഡിൽ മലയാളികളായ 2 കന്യാസ്ത്രീകൾക്കെതിരെ അവിടെയുള്ള സംഘികൾ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയപ്പോൾ അതിനെക്കുറിച്ചൊരക്ഷരം മിണ്ടാത്ത വിശകല എന്ന് പറയുന്ന ശശികലയാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീയെ ചേർത്തു പിടിച്ചത്. അതുകൊണ്ട് ചേർത്തു പിടിക്കുന്നതൊക്കെ കൊള്ളാം, ഈ സ്നേഹം എന്നും ഉണ്ടാകണം കേട്ടോ. ഇനി ഈ ഒരു ഹിജാബ് വിഷയത്തിൽ എന്തോ വലിയ വിജയം കൈവരിച്ചതുപോലെ, യുദ്ധത്തിൽ വിജയിച്ചതുപോലെ വലിയ രീതിയിൽ സന്തോഷമൊക്കെ തുളുമ്പിക്കൊണ്ട്, വലിയ രീതിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ആ സ്കൂളിലെ കന്യാസ്ത്രീയായിട്ടുള്ള ആ ഒരു പ്രിൻസിപ്പൽ നടത്തിയ ആ ഒരു പത്രസമ്മേളനം നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിൽ ആ സ്ത്രീ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിക്കും അവിടുത്തെ MP ആയിട്ടുള്ള ഹൈബി ഈഡനുമൊക്കെ നന്ദി പറയുന്ന കൂട്ടത്തിൽ ഒരുത്തൻ്റെ പേര് കൂടി അവർ അതിൽ ചേർത്ത് വെക്കുന്നുണ്ട്. ആരാണെന്ന് കേൾക്കട്ടെ. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഷോൺ ജോർജ്. എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയട്ടെ. അത് പറയുമ്പോൾ അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടില്ലേ, ആ ഒരു പ്രസരിപ്പ് കണ്ടില്ലേ? ആരാണ് ഈ ഷോൺ ജോർജ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. വാതുറന്നു കഴിഞ്ഞാൽ വർഗീയത മാത്രം പറയുന്ന, മനസ്സിൽ മതവർഗീയത കൊണ്ട് നടക്കുന്ന PC ജോർജിന്റെ മകനാണ് ഈ ഷോൺ ജോർജ് എന്ന് പറയുന്നത്. നിരന്തരമായിക്കൊണ്ട് എപ്പോഴും മുസ്ലിമീങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷം എങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അതാണ് അവൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഏതു സമയം നോക്കിയാലും ലവ് ജിഹാദ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഷോൺ ജോർജ് കെട്ടിയത് ഹിന്ദുമത വിശ്വാസിയായ ജഗതിയുടെ മകളെയാണ്. അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഒരുവനാണ് മുസ്ലിമീങ്ങൾക്കെതിരെ നിരന്തരമായിക്കൊണ്ട് ഈ ജിഹാദ് എന്ന് പറയുന്ന ആരോപണം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. അത്തരത്തിൽ മനസ്സു നിറയെ വർഗീയതയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ഷോൺ ജോർജാണ് പോലും ഇവർക്കൊരു വിഷയം വന്നപ്പോൾ ആദ്യം ഓടിയെത്തിയത് എന്നാണ് നമ്മുടെ ഈ കന്യാസ്ത്രീ പറഞ്ഞു വെക്കുന്നത്. അതങ്ങനെയാണ്. അല്ലെങ്കിലും മുസ്ലിമീങ്ങൾക്കെതിരെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുക ഇതുപോലെ മനസ്സിൽ വർഗീയതയും വിദ്വേഷം നിറഞ്ഞ സംഘികളും ക്രിസംഘികളും തന്നെയായിരിക്കും. ഇനി ഇതോടൊപ്പം ഹരീഷ് രവി എന്ന് പറയുന്ന, അതായത് ഈ കന്യാസ്ത്രീയോടൊപ്പം പഠിച്ചിരുന്ന ഒരു സഹപാഠി, ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചുവെച്ചു. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ +2 കയറിയ വർഷം ഞങ്ങളുടെ തൊട്ടടുത്ത ബാച്ചിൽ പുതിയ കുറച്ച് കുട്ടികൾ വരുന്നു. അവിടെയുള്ള സുന്ദരിമാരെ കാണാനായി പതിവ് പോലെ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ വരാന്തയിൽ നിരന്നു നിന്നു. അതിനിടയിലാണ് അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വ്യത്യസ്ത വേഷവിധാനത്തോടെ നീണ്ടുമെലിഞ്ഞ ഒരു പെൺകുട്ടിയെ കണ്ടത്.
കർത്താവിൻ്റെ മണവാട്ടി പട്ടം കിട്ടിയതുകൊണ്ട് കർത്താവിൻ്റെ മണവാട്ടിയുടെ വേഷം ധരിച്ച ഒരു പെൺകുട്ടി. സ്കൂളിൽ ആരോടും കൂടുതലായി സംസാരിക്കാറില്ല. എങ്കിലും അവരുടെ വേഷവും മറ്റും എപ്പോഴും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും. ഞങ്ങൾ സെക്കൻഡറി അവസാനിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായും അവസാനമായും അവരോട് സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കൂട്ടുകാർക്കിടയിലെ ചില കുരുത്തക്കേടുകൾ കുമ്പസരിച്ചാൽ തീരുമോ എന്ന സംശയം തീർക്കാൻ വേണ്ടിയാണ് അവരോട് ആദ്യമായും അവസാനമായും ഞാൻ സംസാരിച്ചത്. എന്റെ ചോദ്യത്തിന് മൗനമായി നിന്നതല്ലാതെ ഒരു മറുപടി നൽകാതെ അവർ എന്റെ മുന്നിൽ നിന്ന് പോയി. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും 1000-ഓളം കുട്ടികളുള്ള ആ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ മറ്റാർക്കുമില്ലാത്തൊരു വേഷവിധാനം ധരിച്ചു വരുന്ന ഒരേ ഒരു ആളായിരുന്നു ഇന്നത്തെ സെന്റ് റീത്ത സ്കൂളിന്റെ പ്രിൻസിപ്പലായി നമ്മുടെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കുന്ന സിസ്റ്റർ ഹെലീന. നോക്കി, ഇവിടെ ഈ ഒരു കന്യാസ്ത്രീ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അവർ അവരുടെ വിശ്വാസപ്രകാരമുള്ള ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു പോയത്. എന്നാൽ ഇവിടെ നേരെ മറിച്ചൊരു മുസ്ലിം പെൺകുട്ടി അവൾ അവളുടെ വിശ്വാസപ്രകാരം ഹിജാബ് ധരിച്ചെത്തിയപ്പോൾ അതിന് സമ്മതിക്കുന്നില്ല. ഇതിനെയാണ് കൃത്യമായി പറഞ്ഞാൽ നല്ല ഒന്നാന്തരം മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇനിയാണ് ഈ കഥയിലെ യഥാർത്ഥ വില്ലൻ. ജോഷി കൈതവിളപ്പിൽ എന്ന് പറയുന്ന ആ സ്കൂളിലെ PTA പ്രസിഡന്റ് എന്ന് പറയുന്ന നല്ല ഒന്നാന്തരം ക്രിസംഗി. അവൻ നല്ല ഒന്നാന്തരം കാസക്കാരനായ ക്രിസംഗിയാണ് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് അവന്റെ സോഷ്യൽ മീഡിയ പേജിൽ ചെന്നാൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ഒരു വിഷയത്തെ വലിയ രീതിയിൽ വർഗീയവൽക്കരിക്കാൻ വേണ്ടി കാസ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിച്ച പല പോസ്റ്റുകളും ഇവൻ ഷെയർ ചെയ്തതായി കാണാൻ സാധിക്കും. ഇതിന്റെ ഭാഗമായി ഈ കാസക്കാരനായ ക്രിസംഗിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് PTA ഭാരവാഹിയായ ജമീർ പള്ളുരുത്തി. ജോഷി കൈതവിളപ്പിൽ വിദ്വേഷ പ്രചാരണം നടത്തിയെന്നുള്ളതായിരുന്നു പരാതി. ഏതായാലും ഇതിന്റെ പേരിൽ ഇവനും കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും. ഇനിയാണ് നിങ്ങൾ എല്ലാവരും കാണേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ ഒരു സംഭവം, ഈ ഒരു സ്കൂളിൽ വിവാദമുണ്ടാകുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പ് 2008 നവംബർ 29 വേദപാഠ ക്ലാസ്സിൽ നിർബന്ധിപ്പിച്ച് ഒരു മുസ്ലിം കുട്ടിയെ കുരിശു വരപ്പിച്ചു എന്നുള്ള പേരിൽ UKG വിദ്യാർത്ഥിയുടെ മാതാവായ ഷെമീന അന്നൊരു പരാതി നൽകിയിരുന്നു. വേദപാഠ ക്ലാസ്സിൽ കുരിശു വരയ്ക്കാൻ പറയാറുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പളും മാനേജറും കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്തിയപ്പോൾ മറ്റു മതക്കാർക്ക് തങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനും ഭരണഘടന അവകാശമുള്ളതുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല എന്ന് അവിടെയുള്ള സ്കൂൾ അധികൃതർക്ക് അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ താക്കീത് ചെയ്തുവിട്ട ഒരു വാർത്തയാണ്. നോക്കി, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. മറ്റുള്ള ഇതരമത വിശ്വാസികളായ വിദ്യാർത്ഥികളിൽ അവരുടെ മതത്തെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത. ഈ വിഷയം ഇത്രയധികം വിവാദമായിട്ടും കേരളത്തിലുടനീളം ചർച്ചയായിട്ടും ഇവരുടെ തനിരൂപം പുറത്തു വന്നിട്ടും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്ന ആ സ്കൂളിൽ പഠിക്കുന്ന മറ്റു മുസ്ലിം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളോടാണ് എനിക്കിനി ഒരു കാര്യം പറയാനുള്ളത്. എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മറ്റുള്ള ഏതെങ്കിലും സ്കൂളിൽ കൊണ്ട് ചേർക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയാണ് ഇല്ലാതാകാൻ പോകുന്നത്. അത് ചിന്തിച്ചാൽ നല്ലത്. നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ.